ഈ ബിഗ് ബോസ് എന്ന് പ്രോഗ്രാം ഉണ്ട്. മോഹൻലാലിനെ പോലെ ഇത്രയും പ്രതിഭയുള്ള ഒരു നടൻ, അങ്ങനെയുള്ള നടൻ പോയിട്ട് അവിടെ പോയിട്ട് ഈ കോപ്രായത്തിനകത്ത് മോഹൻലാൽ അങ്ങനെ അതിനൊക്കെ പറ്റിയ ആളാ. ഏതിങ്ങനത്തെ കോപ്രായം അതിനൊക്കെയാ പുള്ളിക്ക് പറ്റുന്നത്. പുള്ളി പണ്ടും കോപ്രായം കാണിച്ചോണ്ടിരുന്ന ആള് തന്നെയാ. അയാൾ കളിക്കുന്നതൊക്കെ ഭയങ്കര മോശമാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര നടനായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു 70% മനുഷ്യരും ഈ ബിഗ് ബോസിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെയാ. എനിക്കറിയത്തില്ല ഇവിടെ എവിടെയാ കൾച്ചർഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. സന്തോഷ് ജോർജ് കുളങ്ങരയാണ്, ശ്രദ്ധിക്കാറുണ്ടോ? എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഈ ലോകത്തോട് മുഴുവൻ ഒരു പുച്ഛഭാവം അല്ലല്ല, അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇല്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമേ അല്ല ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പറയാൻ ആരും ഇല്ല. ഇവരാരും ഇത്ര മികച്ച ഒരാളുള്ള മദ്യപാനം എന്നല്ല, സകല ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ലഹരി എന്തുണ്ടോ അതെല്ലാം ഉണ്ട്. സെലിബ്രിറ്റി ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കോപ്രായം കാണിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യുമ്പം ഈ ബിഗ് ബോസ് എന്ന് പ്രോഗ്രാം ഉണ്ട്. ഞാൻ അജു എന്നെ പോലെ തന്നെ സ്ഥിരമായിട്ട് കാണാത്ത ഒരാളായിരിക്കും ഞാൻ കരുതുന്നത്. പക്ഷെ എന്നാലും വല്ലപ്പോഴും ഒക്കെ റീൽസ് വരുമ്പം റീൽസ് നമ്മൾ ഷോർട്സും അറിയാതെ നമ്മളെ ഇതിനകത്ത് ടൈം ലൈനകത്ത് വരും. ഇതിങ്ങനെ വരുന്ന സമയത്ത് കാണുമ്പം പ്രത്യേകിച്ചും മോഹൻലാലിനെ പോലെ ഇത്രയും പ്രതിഭയുള്ള ഒരു നടൻ സ്വാഭാവികമായി അങ്ങനെയുള്ള നടൻ പോയിട്ട് അവിടെ പോയിട്ട് ഈ കോപ്രായത്തിനകത്ത് മോഹൻലാൽ അങ്ങനെ അതിനൊക്കെ പറ്റിയ ആളാ. ഏതിങ്ങനത്തെ കോപ്രായം പുള്ളിക്ക് പറ്റുന്നത്. പുള്ളി പണ്ടും കോപ്രായം കാണിച്ചോണ്ടിരുന്ന ആള് തന്നെയാ. പക്ഷേ പെരേരയുടെ ഒക്കെ പോലത്തെ പരിപാടിയാ പുള്ളി ആദ്യം കാണിച്ചോണ്ടിരുന്നത് സിനിമയിലൊക്കെ. കുറെ അങ്ങനത്തെ കോപ്രായം കോമാളിത്തരൊക്കെ കാണിച്ചു നടന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ടാ മാറിയത്. കോമഡിയൊക്കെ കാണിക്കുന്നതൊക്കെ ഭയങ്കര കോപ്രായങ്ങളാണ്. പണ്ട് എല്ലാത്തിനും അതായിരുന്നു കോമഡിയൊക്കെ. അയാൾ കളിക്കുന്നതൊക്കെ ഭയങ്കര മോശമാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര നടനായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇവിടത്തെ നടന്മാര് കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ. എന്നാലും പിന്നെ ഇന്ത്യൻ സിനിമയ്ക്കകത്ത് തന്നെ എടുത്തു നോക്കുമ്പോ ഇപ്പൊ ഓംപിരി, നസറുദ്ദീൻ ഷാ ഒക്കെ പോലെ ചില സിനിമകൾക്കകത്ത് വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ. ചില സിനിമകൾക്കകത്ത് മോഹൻലാലിന്റെ സ്വാഭാവികമായിട്ട് ആ റോള് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് തോന്നുന്നതാണ് ഈ മലയാളത്തിനകത്തുള്ള പരിപാടിക്കകത്തൊക്കെ കൊള്ളാം. അല്ലാതെ പുറത്തൊരു മനുഷ്യന് തോന്നത്തില്ല ഇയാളുടെ അഭിനയം ഭയങ്കര സംഭവമാണ്. കാരണം നമുക്ക് ഈ കൾച്ചറലായിട്ടും ഈ സോഷ്യൽ ഇതിനകത്ത് സെറ്റപ്പിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള ബിഹേവിയർ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കും അത് തോന്നുന്നു. അതേസമയം തമിഴ്നാട്ടിൽ ചെന്ന് ഇയാളുടെ പടമൊന്നും അവർ കണ്ടുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധം തോന്നുന്നില്ല. അത് ഹിന്ദിക്കാർക്കൊന്നും കണ്ടാൽ പോലും പിടിക്കത്തില്ല. ഫിഗറിലുണ്ട് ബോഡി, നമ്മുടെ ഈ പറഞ്ഞ പോലെ മുഖത്തെ മീശയും താടിയും എല്ലാം പ്രശ്നമാണ്. അവരൊന്നും നോക്കത്തോലും ഇല്ല ഇയാളുടെ ഒന്നും പടം കണ്ട. അത് ഉറപ്പാ. അതുകൊണ്ട് ഇല്ല, തിരിച്ചല്ല. ഷാറുഖ് ഖാനെ സൽമാൻ ഖാനെയൊക്കെ ലോകത്തോടെ കൊണ്ട് നിർത്തിയാലും ഫാൻസ് വരും. കണ്ടാൽ മതി, അവർ ആ ഫിഗറിലുണ്ടത്. പുറത്തോട്ടി പറയുന്നൊന്നും ഇല്ല. ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നവരാണെന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവാർഡിനൊക്കെ വിടുന്ന പടങ്ങള് ഏതെങ്കിലും ഒരു ജൂറി എവിടെയെങ്കിലും ഇരുന്ന് കണ്ടിട്ട് ഏതെങ്കിലും ഫെസ്റ്റിവലിന് പോകുമ്പോൾ അവിടെ ഇരുന്ന് ഒരു 100 പടം കാണുന്നതിനകത്ത് ഒരു പടത്തിനകത്ത് ഇത് കേരളത്തിൽ നിന്ന് വന്ന പടമാണെന്നും ആ ആക്ടർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ലെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. അവിടെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുന്ന സിനിമകളുടെ ആ നടന്മാർ ഇതിലും പെർഫോം ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇവർക്കൊന്നും വേറെ എവിടെയൊന്നും ചെന്നൊന്നും മേടിച്ചോണ്ട് വരാൻ പറ്റാത്ത. പൊതുവേ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി 4 പേരെന്തെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. ആൾക്കൂട്ടത്തിനിടയിൽ കീഴ്ശ്വാസം വിട്ടിട്ടാണെങ്കിൽ പോലും, ശബ്ദം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ പോലും ഒന്ന് എന്നെ 4 പേര് നോക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് പുതുതലമുറ പോകുന്നതിനകത്ത് ബിഗ് ബോസ് പോലെയുള്ള പരിപാടികൾക്കകത്തൊക്കെ വലിയ പങ്കുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതായത് ആൾക്കാരുടെ മനസ്സിൽ അത് ഈ പറഞ്ഞ പ്രശ്നമുണ്ടെന്നേ. ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് കാണുന്ന ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മെജോറിറ്റി ആൾക്കാർ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു 70% മനുഷ്യരും ഈ ബിഗ് ബോസിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെയാ. അത് നമുക്ക് കാണാം, ഈ റോഡിലൊക്കെ കാണാം. റോഡിൽ ഇത്രയും ട്രാഫിക് കൺജഷനും അല്ലെ ഈ റോഡ് ബിഹേവിയറും എന്തിനധികം പറയുന്നത്. ഒരു ക്യൂ നിന്നാൽ പോലും മര്യാദയ്ക്ക് നിൽക്കാൻ അറിയാത്ത ആൾക്കാർ ഇവിടെ ഉള്ളത് കൂടുതലും. വഴിനീളെ തുപ്പുകയും വേണം എന്തെങ്കിലും വലിച്ചെറിയൊക്കെ ചെയ്യും. ഒരു കൾച്ചറും ഇല്ല ഇവിടെ. മലയാളികളൊക്കെ വളരെ തമിഴ്നാട്ടുകാരെക്കാളും ആന്ധ്രക്കാരും ഒക്കെ ഭേദമായിരിക്കും. എനിക്കറിയത്തില്ല ഇവിടെ എവിടെയാ കൾച്ചറായിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതാ അലപ്പും ബഹളവും ചിലയും തന്നെ. ഈ പറഞ്ഞ പോലെ ധൃതി, പരവേശം, കുത്തിത്തിരിപ്പ്, കുശുമ്പും കുന്നായ്മയും അല്ലാതെ എന്ത് ഇവിടെ നടക്കുന്ന എല്ലാ ദിവസവും ഇത് തന്നെ. അവിടെ കാണിച്ചില്ല, അത് പുറത്ത് വേറെ. ആദ്യം ഇവർ ഇത് ഇത്രയൊന്നും ഇങ്ങനെ തറയായിട്ടില്ല എന്ന് മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് നോക്കി. പിന്നെ പറ്റിയെന്ന് നോക്കുമ്പോൾ മറുനാടനെ പോലത്തെ ആൾക്കാരൊക്കെ അധികം കൂടുതൽ പൈസ ഉണ്ടാക്കുന്നു. ഇപ്പൊ മറുനാടൻ കുറച്ച് ഡൗൺ ആകാൻ കാരണം മറുനാടനേക്കാൾ അപ്പുറത്തോട്ട് മറ്റവര് ചെന്നുകൊണ്ടാ. അല്ലെ മറുനാടൻ ഇപ്പഴും ഡിമാൻഡായിട്ട് കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാന്ന് ഒരു സമയത്ത്. തറയായപ്പോ ആ അത്രേ ഉള്ളൂ. ഇപ്പൊ മറുനാടൻ കുറച്ച് ഡള്ളാ. നോക്കി മനസ്സിലാവും അത് നമുക്ക്. നേരത്തെ ഇങ്ങനെയല്ല, മറുനാടൻ മാത്രം വേറെന്തോ പോലെ. സംഭവം എന്തുവാ, ഗോസിപ്പ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളി ഇങ്ങനെ പുള്ളിയുടേതായ രീതിയിൽ കുറെയൊക്കെ മസാലയൊക്കെ കൂടുതലിട്ട് കളറും വാരിയറി. ഇപ്പൊ ഇയാള് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അന്ന് അയാൾക്ക് റിപ്പോർട്ടർ പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് എനിക്ക് തോന്നുന്നു 1-2 പേര് റിപ്പോർട്ടർ വെച്ച് കേരളത്തിലും ലോകത്തുള്ള മുഴുവൻ വാർത്തയും പുള്ളി പറയും. ഇവിടെ ആണെങ്കിൽ മറ്റേ ആനിൽ കിട്ടുന്ന വാർത്ത എടുത്തിട്ട് പുള്ളി ഒരു ഫോട്ടോ ഇട്ടിച്ച് എന്തൊക്കെയോ കാണിച്ച് കഥ അങ്ങ് ഉണ്ടാക്കുക. പിന്നെ അതായത് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ കയറി ഒരു ബീഫ് മേടിച്ചോണ്ട് വന്നിട്ട് അതിന് മണ്ടയ്ക്ക് കുറച്ച് സവാള മസാലയൊക്കെ വാരി ഇത് കളറും കൂടെ എഴുതി കൂട്ടി
അങ്ങോട്ട് ഇട്ട് കാണിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ട് നടക്കുക. മറ്റവരുടെ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ അത് ഓൺ പ്രൊഡക്റ്റ് ഓൺ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുന്ന മാത്രമല്ല, അതിനകത്ത് വേറെ ആവശ്യമില്ലാത്ത ഓരോ സാധനം കൂടി ഇടും. ഇങ്ങനെ പറയാൻ വേണം ഇപ്പോഴത്താണ് അയാൾ കുറച്ച് മേടിച്ചോണ്ട് വന്നിട്ട് MDMA ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇവന്മാർ തിന്നിട്ട് ഭയങ്കര സുഖമുണ്ടെന്ന് പറയും. അതാണ് മറുനാടൻ. ഇപ്പൊ അവര് തന്നെ MDMA കലക്കിയാ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ മറുനാടനൊന്നും എടുക്കാനില്ല. അതുകൊണ്ട് അതിനപ്പുറത്തോട്ട് എന്ത് ചെയ്യാൻ? മെയിൻ സ്ട്രീം മീഡിയ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് കുത്തിത്തിരിപ്പ് പറയുന്നുണ്ട്. ഒരു 5 തരം കുത്തിത്തിരിപ്പ് കഴിയുമ്പോൾ മറുനാടന് 6ാമത്തെ, അത്രേ ഉള്ളൂ. അതുപോലെ വിത്ത് എഫക്റ്റ് അല്ലേ മറുനാടന്, മറ്റേ ഓഗ്മെന്റ് റിയാലിറ്റി മറ്റേതൊന്നും ഇല്ലല്ലോ. അത്രയും സെറ്റപ്പ് കുത്തിത്തിരിപ്പ്. പഠിച്ചത് പിന്നെ തിരുവല്ലയിലാ പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ സ്കൂള് 2 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. മർത്തോമ റെസിഡൻസിൽ 9 വരെ പഠിച്ചു. അത് IC സിലബസ് ആണ്. അവിടെ നിന്ന് പാസ്സാകത്തില്ലെന്നായപ്പോ സ്റ്റേറ്റ് സിലബസിലോട്ട് മാറ്റി. അവിടെ SES സ്കൂളുണ്ടായിരുന്നു. അവിടെ 1 വർഷം കൊണ്ട് 10 പാസ്സായി. പിന്നെ മർത്തോമ കോളേജ് ഡിഗ്രി ചെയ്തിട്ടുള്ളൂ. പിന്നെ MA നോക്കി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പക്ഷെ പിന്നെ ഞാൻ MA ചെയ്യാനായിട്ട് മാർക്ക് കുറവായതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒക്കെ നോക്കി, പക്ഷെ നടന്നില്ല. ഡിഗ്രിക്ക് എന്തായാലും പിന്നെ ഇംഗ്ലീഷ് BA ഇംഗ്ലീഷ് അങ്ങനെ വലിയ താല്പര്യത്തിലെടുത്തല്ല കേട്ടോ. അല്ല, ആ സമയത്ത് പുസ്തകം എന്തായാലും പഠിക്കാൻ വേണ്ടി വായിക്കില്ല. അതിനകത്ത് രസമുണ്ട്. ഞാൻ ചുമ്മാ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് പാസ്സാകുന്ന ആളാ. അങ്ങനെയുള്ളു എന്റെ പഠനം. അങ്ങനെ നമുക്കറിയാം ഇത്ര ചാപ്റ്റർ ഉണ്ട്, ഇത്ര ചാപ്റ്ററിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതിനകത്ത് എളുപ്പമുള്ള കുറച്ച് ചാപ്റ്റർ മാത്രം, മറ്റേത് നോക്കത്തേ ഇല്ല. പാസ്സാകുക എന്നുള്ളത് മാത്രമേ. അതിൽ കൂടുതൽ പഠിച്ചിട്ട് നടക്കത്തുമില്ല. എന്റെ തലച്ചോറ് അങ്ങനെയാ. തനി നിലവാരമില്ലാത്ത ചില ചോദ്യങ്ങൾ അതിപ്പോ മെയിൻ സ്ട്രീം മീഡിയയിലുള്ളവരും ചോദിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ മീഡിയക്കാരാണെങ്കിൽ ഈ പൈങ്കിളി ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിനകത്ത് അയാൾ ആരാണെന്നുള്ള ഒരു ഐഡന്റിറ്റി പോലും പ്രേക്ഷകന് വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ഒരു റീച്ച് കിട്ടുന്ന സാധനം. അത് ഉള്ളത് പറയണമെന്നില്ലല്ലോ. എല്ലാം പലരും എന്ന് പറയുന്നത് കള്ളത്തരങ്ങളാ. ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഭിമുഖങ്ങൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ വരുന്നേ ഇല്ല എന്ന് വേണം. വരുന്നുണ്ട്. അങ്ങനെ തന്നെ കുറെ ചാനലുകളുണ്ട്. ഇല്ല അതിനനുസരിച്ച് സംസാരിക്കുന്നവരൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ. പക്ഷെ കൂടുതൽ ആൾക്കാർ റീച്ച് ആവുന്നത്, നമ്മളിപ്പോൾ റീച്ച് കൂടിയുള്ള പ്രശ്നം വെച്ചാൽ നമ്മളെ ഫീൽഡിൽ അറിയാതെ തന്നെ ഇത് തള്ളി കയറി വരും. യൂട്യൂബ് ഒക്കെ അങ്ങനെയാ. നമ്മുടെ കണ്ടന്റ് പെട്ടെന്നൊരു റീച്ച് കൂടിപ്പോയാൽ അത് എല്ലാവരുടെയും കയ്യിലെത്തും. പിന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പിന്നെ പറയേണ്ട അതുപോലത്തെ തന്നെ സാധനങ്ങൾ വീണ്ടും വരും. സമീപകാലത്ത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ മലയാളികളുടെ ഇടയിൽ ഏറ്റവും എന്നാൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാൾ എന്ന് തോന്നിയിട്ടുള്ള ഒരാൾ എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. ശ്രദ്ധിക്കാറുണ്ടോ? എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ തോന്നിയിട്ടേ ഇല്ല പുള്ളിയെ കുറിച്ച്. പുള്ളി എന്തിനാ ഈ ലോകത്തോട് മുഴുവൻ ഒരു പുച്ഛഭാവം അല്ലല്ല. അങ്ങനെ എല്ലായിടത്തൊന്നും ഇല്ല. തോന്നും. എനിക്ക് അങ്ങനെയൊന്നും വലിയ താല്പര്യം തോന്നിയിട്ട്. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റിയൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ നാട്ടിലെ പാർട്ടി പൊളിറ്റിക്സിന്റെ സിസ്റ്റം, നമ്മുടെ ബാക്കിയുള്ള പിന്നെ അതൊക്കെ നമുക്ക് ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ലേ. അതല്ല, പക്ഷെ എന്നാലും ബോൾഡായിട്ടിരുന്ന് പറയുന്നുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം PG പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് കഴിഞ്ഞ് ഞാൻ ജോലികളൊക്കെ ചെയ്തു. ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുവൈറ്റിൽ പോയി. കുവൈറ്റിൽ എന്തായിട്ടാ ജോലി ചെയ്തിരുന്നത്? ഞാൻ ജോലി ചെയ്തിരിക്കുന്ന എല്ലാ അഡ്മിനിസ്ട്രേഷനിലാണ്. അർജുന്റെ ഒരു പൊളിറ്റിക്കൽ ആഭിമുഖ്യം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാരെങ്കിലും? ഇല്ല. ആരോടും ഇല്ല. അർജുനോട് ഇഷ്ടമുണ്ടോ? അങ്ങനെ അല്ലെന്നേ. ഇത് എനിക്ക് എന്നോടും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതിനകത്ത് ഇഷ്ടപ്പെടാൻ എന്തിരിക്കുന്നത്? എല്ലാം കൂടെ കേട്ടിട്ട് ഞാൻ പറയുന്ന നല്ല സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. ഒരു കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഇവിടെ ഇഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഈ രാജ്യത്താണോ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇപ്പൊ ആരാ ഉള്ളത്? അങ്ങനെ പറയാനോ ആരെ എനിക്ക് കാണുന്നില്ല. ഇവിടെ എന്തോ ചെയ്തു തരില്ല കൂടെ. അല്ല, വല്ലാത്തൊരു ഈ പട്ടിണിയും ദാരിദ്ര്യവും ഈ അളഞ്ഞ സാഹചര്യം ഉള്ളിടത്തിരുന്നോണ്ട് ആരെന്ത് ചെയ്തിട്ട് അങ്ങനെ ആരെയും കാണിക്കാനില്ല ഇവിടെ. ഇപ്പൊ ഗാന്ധിജി അങ്ങ് ഭയങ്കരമാണോ എന്ന് വെച്ചാൽ അതും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ വന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് കൊള്ളാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ അടച്ചു പറയുമ്പം ഇപ്പോൾ നെഗറ്റീവ്സ് 80% ഉള്ള ഒരാളാണെങ്കിലും അയാൾക്ക് 20% പോസിറ്റിവിറ്റി ഉള്ളതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ? അജുനുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന തരം ഒരു എക്സ്ട്രീം എസെൻട്രിക് ആയിട്ട് വളരെ അനാർക്കിസത്തിന്റെ വഴി അരാജകവാദിയായിട്ട് പോകുന്നുണ്ടോ? അങ്ങനെയല്ല പോകുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ആയിരുന്നോ? അതെ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമേ അല്ല ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പറയാൻ ആരും ഇല്ല. ഇവരാരും ഇത്ര മികച്ച ഒരാളുള്ളത്? അങ്ങനെയൊക്കെ എന്തിനാ നമ്മൾ കാണുന്ന ആൾക്കാര്? ഏത് വർഷമായി 11 വർഷത്തെ പ്രവാസി യുവത്തിന് ശേഷം തിരിച്ചു വരുന്നേ? 2019 18 അവസാനമായപ്പോ എത്തി. അതിന് ശേഷമാണോ കല്യാണം? അല്ലല്ല, അതിനൊക്കെ മുന്നേ. പുള്ളിക്കാരിയും അവിടെ കൊണ്ടായിരുന്നോ? ഇല്ല, കുവൈറ്റിൽ പോയിട്ടില്ല. ഞാൻ ദുബൈയിലും പോയിട്ടില്ല. കല്യാണത്തിന് പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അജുവിന്റെ വീട്ടിൽ നിന്നോ വല്ല എതിർപ്പ് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ സിമ്പിളായിട്ട് രജിസ്റ്റർ ഓഫീസ് നടത്തിയെന്ന് മാത്രം. വേറെ അത് വലിയ ആഘോഷിക്കപ്പെടേണ്ട കാര്യമൊന്നും അല്ല എന്നുള്ളത് തോന്നി. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. എത്ര കാലം പ്രണയിച്ചതിന് ശേഷമാണ് വിവാഹത്തിലേക്ക് എത്തിയത്? ഭയങ്കരമായിട്ട് അങ്ങ് പ്രണയവും പരിപാടിയൊന്നും ഇല്ല. അറിയാം രണ്ടുപേർക്ക്.
അല്ല, രണ്ടുപേർക്കുള്ള കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പാർക്കിൽ പോയിരിക്കുക, ഐസ്ക്രീം കഴിക്കുക, അതാ ഇന്നത്തെ കാലത്തെ പ്രണയം. അല്ല, അതല്ലാതെ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കൃത്യമായിട്ട്, വർഷമൊക്കെ ഉള്ളതാണ്. അതിനകത്തൊരു പ്രണയത്തിന്റെ ഒന്നല്ല 2 വർഷം ഉണ്ടാകും. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ എന്താ ചെയ്തത് 2019? അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി അഡ്വർടൈസ്മെന്റ്, മാർക്കറ്റിംഗ്, IT എന്നൊക്കെ പറഞ്ഞ് കമ്പനിയൊക്കെ ഇട്ടിട്ട് കുറച്ച് പരിപാടിയൊക്കെ നടത്തി നോക്കി, നടന്നില്ല. തിരുവല്ലയിൽ തന്നെ? തിരുവല്ല എന്ന് പറയാൻ പറ്റത്തില്ല, അത് എവിടെയും വേണേ ചെയ്യാലോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ. അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കി, അതെല്ലാം ഇടയ്ക്ക് നിന്നുപോയി. പിന്നെ എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്തത്? ഇടയ്ക്ക് പിന്നെ നമുക്ക് അങ്ങനെ ഒരു ലാഭമില്ല, പണിയുടെ അനുസരിച്ചുള്ള ലാഭം ഇല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അതങ്ങ് നിർത്തി. മദ്യപിക്കാറുണ്ടോ? മദ്യപിച്ചിട്ടുണ്ട്. മദ്യപാനം എന്നല്ല, സകല ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ലഹരി എന്തുണ്ടോ അതെല്ലാം ഉണ്ട്. ഏതിലെങ്കിലും ഒരു അഡിക്ഷനിലേക്ക് പോയിട്ടുണ്ടോ? മദ്യപാനം ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട്. അത് ആ പ്രായത്തിന്റെ ആണ്. അത് ആദ്യം നമ്മള് മദ്യപാനത്തിലാണല്ലോ തുടങ്ങുന്നത്. ആ സമയത്ത് ഭയങ്കര ആസക്തിയാണ്. അതുകൂടാതെ അത് കുറച്ച് അബ്യൂസീവായിട്ടാണ്. അത് അറിയത്തില്ലല്ലോ, അടിച്ചം കയറ്റുക. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് വയ്യാണ്ടായി, ഛർദിക്കാനും ലിവറൊക്കെ എന്തോ ആയോ എന്തോ. ഇന്ന് വൈകുന്നേരം ആള് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റാ കുഴപ്പമില്ല. ഇത് അടുത്ത ദിവസം ഒരു ഉച്ച വരെയൊക്കെ ഇങ്ങനെ ഛർദിച്ച് ഇങ്ങനെ നടക്കും. എല്ലാം കലക്കി തന്നോന്ന് അറിയത്തില്ല, വെള്ളത്തിനകത്ത്. എന്താണേലും കുഴപ്പമില്ല, നന്നായി. എനിക്കങ്ങ് വെറുത്തുപോയി ആ സാധനം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാം പരീക്ഷിച്ചു. സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. അന്നേ പരിപാടി നിർത്തി. പിന്നെ അടിക്കാനേ തോന്നി. നിർത്തിട്ട് അതൊക്കെ എത്രയായി എന്റെ കൊച്ചു. ഞാൻ കള്ള് കുടിക്കുന്നൊക്കെ ഒരു +2 ഡിഗ്രി സെക്കൻഡ് ഇയർ വരെയൊക്കെ ഉള്ളൂ. ഞാൻ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ 6ലെ 7ലൊക്കെ പഠിക്കുമ്പോഴേ കള്ളു കുടിക്കും, കട്ട് കുടിക്കുന്നവരടിക്കും. അങ്ങനത്തെ ഒരു ആസക്തി ഉണ്ട്. അപ്പം കുടിക്കുമായിരുന്നു. അപ്പന്റെ സാധനം എടുത്തിട്ട്? അപ്പന്റെ മാത്രമല്ല, കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് അടിച്ചോണ്ട് വന്ന് കുടിക്കും. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ വാട്ടർ ബോട്ടിലകത്ത് എനിക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൊണ്ടിരുന്ന ഒരുത്തനുണ്ട്. അത് കുടിച്ച് കഴിയുമ്പോൾ ഞാൻ മാത്രമേ കുടിക്കുന്നുള്ളൂ. എനിക്ക് കുടിച്ച് ക്ലാസ്സിലൊക്കെ ഇരിക്കും ഭയങ്കര പെരുപ്പും, ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര എനർജിയും, അങ്ങനത്തെ. അല്ല, ഇതിന്റെ മറ്റേ സാധനം ഒന്നും അറിയത്തില്ല അന്ന്. പിന്നെ ഇങ്ങനെ പിച്ചിയൊക്കെ നോക്കുമ്പോ ഇങ്ങനെ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ മരച്ചിരിക്കും. അങ്ങനെയൊക്കെ അറിയുന്നു, ഇത് കിക്കാണ്, ഇതാണ് കിക്ക്. അത് പക്ഷെ അധികമൊന്നും ഇല്ലായിരിക്കും, എത്ര കുടിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. കുറച്ചൊക്കെ കുടിക്കും. അത് കഴിഞ്ഞ് പിന്നെയും കട്ടുകുടിയൊക്കെ പിന്നെ 8-9 ഒക്കെ ആയപ്പോ ഭയങ്കര കൂടുതലാണ്. പക്ഷെ ആരും പിടിച്ചിട്ടും അറിഞ്ഞിട്ടൊന്നും ഇല്ല. രാവിലെ ഒഴിച്ച് വൈകിട്ടാകുമ്പോൾ എനിക്കറിയാം എങ്ങനെ വരണമെന്നും എന്ത് ചെയ്യണമെന്നൊക്കെ. അതൊക്കെ ഇതുപോലെ വീടുകളിൽ കയറി അടിക്കുന്ന, ആരും ഇല്ലാത്ത വീടുകൾ ഉണ്ടാവുമല്ലോ. എല്ലാവരും ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി, പേരൻസ് പള്ളിയിൽ പോകുമ്പോ പിള്ളേർ കറങ്ങി സൈക്കിളിൽ ഓട്ടി വന്ന് അടിച്ചിട്ട് തിരിച്ചു പോകും. അങ്ങനത്തെ എല്ലാ വീട്ടിലും ഉണ്ടാകും. ഏകദേശം എത്ര വയസ്സിലായപ്പോഴത്തേക്ക് പിന്നെ മദ്യപാനം നിർത്തി? അത് ഡിഗ്രി ഒരു സെക്കൻഡ് ഇയർ ആയപ്പോ നിർത്തി. ശരി, വളരെ ചെറുപ്പത്തിൽ തന്നെ അത് തന്നെ മതിയായി, അപ്പോഴത്തേക്കിന് തീർന്നു.